നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്ലോകം 3 പറയണത് ശുദ്ധമായ സത്വഗുണത്തോടു കൂടിയ രൂപമാണ് ഭഗവാന്റെ എന്നാണ് പറയണത്. സത്വഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ചിന്തിച്ചാൽ മതി, ശുദ്ധമാണ്. അങ്ങനത്തെ ആ ശുദ്ധമായ സത്വഗുണത്തോടുള്ള ഭഗവാന്റെ രൂപത്തെ പറ്റി വ്യാസഭഗവാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയണത്. ഇതിപ്പോൾ നമ്മുടെ മനസ്സിലും തെളിഞ്ഞു. അങ്ങനെ ശുദ്ധമായ സത്വഗുണത്തോടുള്ള ഭഗവാനെ നമ്മുടെ മനസ്സിലും എല്ലാവർക്കും തെളിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ ഈ ശുദ്ധമായ സത്വഗുണത്തോടു കൂടിയുള്ള ഈ രൂപത്തെ നമ്മൾ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ആനന്ദവും സുഖവും മധുരവും ഒക്കെ തരണമെന്നാണ് പറയണത്. ഇങ്ങനെ ഭക്തന്മാർ ഭഗവാന്റെ ഈ രൂപത്തോട് രമിക്കുന്നു എന്നാണ് പറയണത്. ഭാഗ്യവാന്മാരായ ഭക്തന്മാർ നമ്മളെല്ലാം ഇപ്പം മനസ്സിൽ അങ്ങനെ വന്നു കഴിഞ്ഞു. ഭഗവാന്റെ ആ ഒരു സുന്ദര രൂപം, സത്വഗുണത്തോടു കൂടിയ സുന്ദര രൂപം, പൂർണ്ണ സത്വഗുണത്തോടെ അവതരിച്ചതാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ്റെ രൂപം പൂർണ്ണ സത്വഗുണത്തോടെ അവതരിച്ചതാണ്. ഇനി ശ്ലോകം. സത്വം യത്തത് പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ബോധേർബോധേന്ദ്രിയസ്തേ വപുരിതി ബഹുശ്രൂയതേ വ്യാസവാക്യം. തത്സ്വച്ഛത്വാദിതച്ചാദിത പരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. ഇതിൽ ആ ലൈനിൽ തന്നെ കണ്ടില്ലേ, ശ്രുതി മതി മധുരേ എന്നുള്ളത്. നമുക്കിതിങ്ങനെ അർത്ഥം കേട്ടിട്ട് ലൈൻ ഇങ്ങനെ പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് നമുക്കത് ഒന്നും കൂടിയും ഭഗവാനിലേക്ക് അത് അങ്ങനെ കുറച്ചെങ്കിലും ഇങ്ങനെ മനസ്സിലാവുന്നത്. അപ്പോൾ മനസ്സിലാവുമ്പോൾ നമുക്ക് ഈശ്വരനെ അങ്ങനെ ഗുരുവായൂരപ്പനെ എങ്ങനെ തെളിഞ്ഞ ആനന്ദത്തോടെ വായിക്കാൻ സാധിക്കും. ഒരു പ്രാവശ്യം കൂടി വായിക്കാം. സത്വം യത്തത് പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ബോധേർബോധേന്ദ്രിയസ്തേ വപുരിതി ബഹുശ്രൂയതേ വ്യാസവാക്യം. തത്സ്വച്ഛത്വാദിതച്ചാദിത പരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.